സ്റ്റുഡൻസ്, NIOS +2 പൊളിറ്റിക്സിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5-3 മാർക്കുകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള 15 ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത്. ഓക്കെ, ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഡിസ്ക്രൈബ് എനി 5 ഫീച്ചേഴ്സ് ഓഫ് ഐഡിയൽ ടൈപ്പ് ബ്യൂറോക്രസി ആസ് ഡിറ്റർമൈൻഡ് ബൈ മാക്സ് വെബർ. മാക്സ് വെബർ നിർവചിച്ച ഒരു ആദർശ തരത്തിലുള്ള ബ്യൂറോക്രസിയുടെ ഏതെങ്കിലും 5 സവിശേഷതകൾ വിവരിക്കുവാനാണ് അതിൻ്റെ ആൻസർ വരുന്നത്. മാക്സ് വെബർ നിർവചിച്ച ആദർശ തരം ബ്യൂറോക്രസിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഒന്നാമത്തത് തൊഴിൽ വിഭജനം. ഫസ്റ്റ് വൺ വരുന്നത് തൊഴിൽ വിഭജനം. ഓരോ ഉദ്യോഗസ്ഥനും വ്യക്തവും സ്ഥിരവുമായ ഒരു ഔദ്യോഗിക മേഖല ഉണ്ടായിരിക്കണം. അതുപോലെ ജോലികൾ ലളിതവും പതിവായതുമായ അതുപോലെ വ്യക്തമായി നിർവചിക്കപ്പെട്ടതുമായ ചുമതലകളായി വിഭജിക്കപ്പെടുകയും വേണം. ഇത് പ്രത്യേക വൈദഗ്ധ്യവും കാര്യക്ഷമതയും ഉറപ്പാക്കും. അതായത് ഒരു തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ജോലി കൊടുക്കുകയാണെങ്കിൽ ആ ജോലി സ്ഥിരമായിട്ടുള്ള ഒരു മേഖല ഉണ്ടായിരിക്കണം. അടിക്കടി സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവം മാറ്റുകയോ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ജോലികൾ ലളിതമായ ജോലി ആയിരിക്കണം. എന്തെല്ലാം ജോലികളാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നിർവചിച്ചിരിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു തൊഴിലാളിക്ക് വൈദഗ്ധ്യവും അതുപോലെ കാര്യക്ഷമതയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഒന്നാമത്തത് തൊഴിൽ വിഭജനം. സെക്കൻഡ് വൺ രണ്ടാമത്തത് അധികാര ശ്രേണി. ഓഫീസുകൾ ഒരേ ശ്രേണിയിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ താഴ്ന്ന പദവിയും അതിന് തൊട്ടുമുകളിലുള്ള ഉയർന്ന പദവിയുടെ നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനും വിധേയമായിരിക്കണം. ഇത് കമാൻഡിംഗ് വ്യക്തമായ ഒരു ശൃംഖല സ്ഥാപിക്കുകയും മേൽനോട്ടം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഒരു തൊഴിലാളിക്ക് ഒരു മേൽ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ തൊഴിലാളിയുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, മറ്റ് മറുപടി പറയാൻ അതൊക്കെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനോട്, ഓഫീസറോട് മാത്രമായിരിക്കണം. ഇങ്ങനെയാകുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതൊരു സംഘടനയിലാണെങ്കിലും അധികാര ശ്രേണി കൃത്യമായിട്ടുണ്ടാവുകയും ഇവിടെ ഒരു കമാൻഡിംഗ് ശൃംഖല സ്വസ്ഥമായ അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള കമാൻഡിംഗ് ശൃംഖല ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മൂന്നാമത്തത് ഔപചാരിക നിയമങ്ങളും നിയന്ത്രണങ്ങളും. ഈ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ, ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, ചുമതലകൾ എന്നിവയെല്ലാം രേഖാമൂലം തയ്യാറാക്കിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കണം. അത് കൃത്യമായി നിർവചിക്കണം. അതായത് നമ്മൾ ഓരോ കമ്പനിയുടെയും നിയമാവലികൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയാമല്ലോ, ഇത് രേഖാമൂലം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ തൊഴിലാളികളെ നിയന്ത്രിക്കുവാൻ സാധ്യമാകുന്നതാണ്. ഈ നിയമങ്ങൾ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം സ്ഥിരതയും പ്രവചനാത്മകവും ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ ഇഷ്ടത്തിനേക്കാൾ കൂടുതലായിട്ട് കമ്പനിയുടെ പ്രവർത്തികൾക്ക് മുൻഗണന നൽകുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തികൾക്ക് മുൻഗണന നൽകുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തത് നിഷ്പക്ഷത അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധമില്ലായ്മ. ഉദ്യോഗസ്ഥർ വ്യക്തിപരമായ ഇഷ്ടങ്ങളോ വികാരങ്ങളോ പരിഗണിക്കാതെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഘടനയുടെ, ഓർഗനൈസേഷന്റെ പ്രവർത്തികൾ സുഗമമായി നടക്കുന്നതാണ്. ഇവിടെ വ്യക്തിപരമായ ബന്ധങ്ങളോ പക്ഷപാതങ്ങളോ ഇല്ലാതെ എല്ലാവരെയും തുല്യമായി കാണുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ അഞ്ചാമത്തത് സാങ്കേതിക യോഗ്യതകളെ അടിസ്ഥാനമാക്കിയുള്ള നിയമനം. തസ്തികകളിലേക്കുള്ള നിയമനവും സ്ഥാനക്കയറ്റവും അവിടെ വ്യക്തിഗത ബന്ധങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യത്തെയോ ആശ്രയിക്കാതെ ഒന്നുകിൽ പരീക്ഷണങ്ങളിലൂടെയോ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെയോ നേടിയ സാങ്കേതിക യോഗ്യതകളെയും കഴിവിനെയും മാത്രം ആശ്രയിച്ചാണ് തൊഴിൽ സ്ഥാനക്കയറ്റവും അതുപോലെ ഓരോ തൊഴിലിലേക്കുള്ള നിയമനം നടക്കുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥൻ ഒരു ശമ്പളമുള്ള തൊഴിലാളിയാണ്. അവരുടെ ജോലി ഒരു കരിയറാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുകയും
മാത്രമല്ല അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ച് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാക്സ് വെബർ മുന്നോട്ട് വെച്ചിരുന്ന തത്വങ്ങൾ. 5 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി 5 ഓർഗൻസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ആൾസോ ദ നെയിം ഓഫ് 5 പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ദാറ്റ് ഹാവ് വീറ്റോ പവർ. യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഏതെങ്കിലും 5 ഓർഗനുകളുടെ പേരുകൾ പറയുക. അത് ഡിപ്പാർട്ട്മെന്റിന്റെ പേരുകൾ. അതുപോലെ തന്നെ വീറ്റോ പവറുള്ള 5 സ്റ്റേറ്റുകളുടെ പേരുകൾ പറയുക. ആദ്യം യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ 5 ഓർഗാനുകളുടെ, അതായത് ഫെഡറൽ ഗവൺമെന്റിന്റെ 3 ശാഖകൾക്ക് പുറമെ ഉൾപ്പെടുന്നത് 5 എണ്ണം. അതുപോലെ വീറ്റോ അധികാരമുള്ള ഐക്യരാഷ്ട്രസഭയുടെ 5 സ്ഥിരാംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഒന്നാമത്തത് പറയുന്നത്, ഇതിൽ പ്രധാനമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ, അതായത് ഫെഡറൽ ഗവൺമെന്റ് പ്രധാനമായും 3 ശാഖകളാണുള്ളത്. അത് ഒന്നാമത്തത് നിയമനിർമ്മാണ വിഭാഗം, രണ്ടാമത്തത് കാര്യനിർവഹണ വിഭാഗം, മൂന്നാമത്തത് നീതിന്യായ വിഭാഗം. ഇങ്ങനെ 3 ശാഖകളിലായിട്ട് 5 ഭാഗങ്ങളാണ് വരുന്നത്. അതിലൊന്നാമത്തത് പ്രതിനിധി സഭ, നിയമനിർമ്മാണത്തിൽ വരുന്നതാണ്. ഒന്നാമത്തത് പ്രതിനിധി സഭ, രണ്ടാമത്തത് സെനറ്റ്, മൂന്നാമത്തത് പ്രസിഡന്റ്, നാലാമത്തത് ക്യാബിനറ്റ്, അഞ്ചാമത്തത് സുപ്രീം കോടതി. ഇവയാണ് 5 ഓർഗൻസുകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഇതിന്റെ വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളാണ്. ഫസ്റ്റ് വൺ ചൈന, രണ്ടാമത്തത് ഫ്രാൻസ്, മൂന്നാമത്തത് റഷ്യൻ ഫെഡറേഷൻ, അതായത് പഴയ സോവിയറ്റ് യൂണിയനാണ് ഉദ്ദേശം, നാലാമത്തത് UK യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ തന്നെ അഞ്ചാമത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ് US. അപ്പോൾ ഈ 5 രാഷ്ട്രങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ വീറ്റോ പവറുള്ള സ്ഥിരാംഗങ്ങളായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 5 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ 4 ഡിഫറൻസുകൾ പറയുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്, അതുപോലെ തന്നെ രാഷ്ട്രം, അതുപോലെ ഗവൺമെന്റ്, പിന്നെ ഇവിടെ പറയുന്നത് സ്റ്റേറ്റും അതുപോലെ അസോസിയേഷനും. ഇങ്ങനെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നതിൻ്റെ ഏതെങ്കിലും 2 ഡിഫറൻസ് ഓപ്ഷനലാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും 2 നിർബന്ധമായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്റ്റേറ്റും അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് സ്റ്റേറ്റിൻ്റെ പരമാധികാരം. അപ്പോൾ ഒന്നാമത്തത് ബേസിക് പരമാധികാരമാണ്. സ്റ്റേറ്റിൽ പരമാധികാരമുണ്ട്, സ്റ്റേറ്റിന് പരമാധികാരമുണ്ട്. അതിൻ്റെ അതിർത്തിക്കുള്ളിൽ അത് പരമോന്നതമാണ്. ആഭ്യന്തരമായും ബാഹ്യമായും പൂർണ്ണ സ്വാതന്ത്ര്യം, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ പരിധിക്കുള്ളിൽ അനുസരിച്ച് കൊണ്ടുള്ള മുഴുവൻ പരമാധികാരവും ആ സ്റ്റേറ്റിനായിരിക്കും. എന്നാൽ അതർ അസോസിയേഷൻസ്, മറ്റ് അസോസിയേഷനുകളാണെങ്കിൽ ഒരു അസോസിയേഷന് പരമാധികാരം വരുന്നില്ല, അധികാരമുണ്ട് പക്ഷെ പരമാധികാരമില്ല. ഇത് തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ നിയമങ്ങളും അധികാരത്തിനും വിധേയമായിട്ട് മാത്രമേ ഒരു അസോസിയേഷന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ആ അസോസിയേഷൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അധികാരം മാത്രമേ ഉള്ളൂ. ആ അധികാരം തന്നെ സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാവുകയും വേണം. ഒന്നാമത്തത് പരമാധികാരം. സെക്കൻഡ് വൺ, രണ്ടാമത്തത് അംഗത്വം. ഒരു സ്റ്റേറ്റിൻ്റെ അംഗത്വം, അതായത് പൗരത്വം നിർബന്ധിതമാണ്. ഒരു വ്യക്തിക്ക് ഒരു സ്റ്റേറ്റിൽ അംഗത്വം ഉണ്ടായിരിക്കുക, അതായത് പൗരനായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു സ്റ്റേറ്റിൽ മാത്രമേ പൗരനായിരിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ജന്മം കൊണ്ട് തന്നെ പൗരത്വം ലഭിക്കുന്നതാണ്. ഇനി ചില സന്ദർഭങ്ങളിൽ സിറ്റിസൺഷിപ്പ് എടുക്കാറുണ്ട്, എങ്കിൽ പോലും ഒരു സ്ഥലത്ത് മാത്രമേ പൗരത്വം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേസമയം അതർ അസോസിയേഷനുകളാണെങ്കിൽ അസോസിയേഷനിലെ അംഗത്വം സ്വമേധയാ ഉള്ളതാണ്. ഒരു വ്യക്തിക്ക് താല്പര്യമനുസരിച്ച് ഒന്നിലധികം അസോസിയേഷനിൽ അംഗമാവാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് തേർഡ് വൺ, മൂന്നാമത്തത് ലക്ഷ്യം. ഒരു സ്റ്റേറ്റിൻ്റെ ലക്ഷ്യം അത് വിശാലവും പൊതുവായതുമാണ്.
നിയമവാഴ്ച, സമാധാനം, ക്രമം, എല്ലാ പൗരന്മാരുടെയും സാമൂഹിക സാമ്പത്തിക ക്ഷേമം ഇവയെല്ലാം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റിന്റെ ലക്ഷ്യം. അതേസമയം അസോസിയേഷനാണെങ്കിൽ അസോസിയേഷനുകളുടെ ലക്ഷ്യം പരിമിതവും പ്രത്യേകവുമാണ്. അതായത് അവ പ്രത്യേക താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ നിറവേറ്റുവാൻ രൂപീകരിച്ചതായിരിക്കും. ഒന്നുകിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ കായികത്തിന്റെ അടിസ്ഥാനത്തിൽ, സംസ്കാരം, സാമ്പത്തിക നേട്ടം ഇതേതെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ, അധികാരത്തിന്റെ സ്വഭാവം. ഒരു സ്റ്റേറ്റിന് അതിന്റെ നിയമങ്ങൾ അനുസരിപ്പിക്കുവാൻ, ബലപ്രയോഗം നടത്തുവാനുള്ള നിയമപരമായ അധികാരമുണ്ട്. അതായത് ഓരോ രാജ്യത്തെയും പോലീസ്, കോടതി ഇടപെട്ടുകൊണ്ട് നിയമലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ശിക്ഷ നൽകുവാനും ആ നിയമങ്ങളെ നടപ്പിലാക്കുവാനുമുള്ള അധികാരം ഉണ്ട്. അതേസമയം അസോസിയേഷനുകളാണെങ്കിൽ നിയമപരമായ ബലപ്രയോഗത്തിനോ അല്ലെങ്കിൽ ശാരീരിക ശിക്ഷ നൽകുവാനോ ഉള്ള അധികാരം അസോസിയേഷന് വരുന്നില്ല. ഇനി നിയമം ലംഘിക്കുന്ന അംഗത്തെ പുറത്താക്കുന്നത് പോലെയുള്ള സാമൂഹിക നടപടികൾ മാത്രമേ അവർക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ കാര്യം, ഇതിന്റെ പ്രദേശം. ഒരു സ്റ്റേറ്റിന്റെ പ്രദേശം എന്ന് പറയുന്നത് സ്ഥിരവും വ്യക്തവുമായി നിർവചിക്കപ്പെട്ടതുമായ ഒരു പ്രദേശം ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാലോ, ഇന്ത്യ രാജ്യത്തിന് ഒരു കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു പ്രദേശം ഉണ്ട്. ഇത് ഒരു സ്റ്റേറ്റിന്റെ അനിവാര്യ ഘടകമാണ്. എന്നാൽ അസോസിയേഷനുകളാണെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധിത പ്രത്യേക പ്രദേശങ്ങൾ അസോസിയേഷന് വരുന്നില്ല. അവ ഒന്നെങ്കിൽ പ്രാദേശികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദേശീയമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അന്തർദേശീയമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതായിരിക്കാം. അതിന് പ്രത്യേക പ്രദേശം വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ എനി 5 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായിട്ടും 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അത് ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ആണ്. ഒരു സ്റ്റേറ്റും സമൂഹവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അതില് ഫസ്റ്റ് ഒന്നാമത്തത് വ്യാപ്തി, സ്വഭാവം. സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശാലമായ ഒരു വലക്കണ്ണിയാണ്. അത് മനുഷ്യബന്ധങ്ങളുടെയും സാമൂഹിക സ്ഥാപനങ്ങളുടെയും മുഴുവൻ ശൃംഖല ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സാമൂഹിക സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബം, മതം, സംസ്കാരം, സൗഹൃദം, സാമ്പത്തിക ബന്ധങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവയെല്ലാം ബന്ധപ്പെട്ട ഒരു വിശാലമായ കണ്ണിയാണ് സാമൂഹിക അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത്. അതേസമയം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് സ്റ്റേറ്റ്. ഇത് പ്രാഥമികമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ഇതൊന്നെങ്കിൽ കൃത്രിമമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇച്ഛാശക്തിയാലോ രൂപീകരിക്കപ്പെട്ടതായിരിക്കും ഒരു സ്റ്റേറ്റ്. സമൂഹത്തിന് അങ്ങനെയല്ല. ഒരു കൂട്ടം ആളുകൾ എവിടെയെല്ലാം ഒരുമിച്ച് കൂടുന്നു അവിടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സമൂഹം ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് 2ാമത്തെ കാര്യം, ഉത്ഭവത്തിന്റെ മുൻഗണന. ഇവിടെ ആദ്യം ഉത്ഭവിച്ചത് സമൂഹം. ഒരു സ്റ്റേറ്റിന് മുമ്പുള്ളതാണ് സമൂഹം. ആദ്യം സമൂഹമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതും എക്സാമിന് ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ആദ്യം ഉണ്ടായത് സമൂഹമാണ്, പിന്നീടാണ് സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത്. സമൂഹം സ്റ്റേറ്റിന് മുമ്പുള്ളതാണ്. മനുഷ്യൻ പ്രകൃതിപരമായി സാമൂഹിക ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുകയും ഒരു സമൂഹം രൂപപ്പെടുകയും ചെയ്തു. അതായത് മനുഷ്യ ജീവൻ ഈ ലോകത്ത് എന്നുണ്ടോ അവർ പതിയെ പതിയെ ഒരുമിച്ച് കൂടി സമൂഹമായി മാറുകയാണ് ചെയ്തത്. പിന്നീട് ഈ സമൂഹങ്ങൾ ഒരേ സംസ്കാരവും ഒരേ രൂപമുള്ള സമൂഹങ്ങൾ ചേർന്നതാണ് പിന്നീട് ഓരോ സ്റ്റേറ്റ് ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ സമൂഹം രൂപപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ സ്ഥാപനങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ സമൂഹം നിലനിന്നിരുന്നു. ഇനി സ്റ്റേറ്റ്, സമൂഹത്തിന് ശേഷമാണ് ഒരു സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടത്. സാമൂഹിക ബന്ധങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമവാഴ്ച ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ആവശ്യകതയിൽ നിന്നാണ് സ്റ്റേറ്റ് ഉടലെടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് തേർഡ് മൂന്നാമത്തത് പരമാധികാരം. ഇവിടെ സമൂഹത്തിന് പരമാധികാരം ഇല്ല.
ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ധാർമ്മിക നിയമങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹം പ്രവർത്തിക്കുന്നത്. അതേസമയം സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്റ്റേറ്റിന് പരമാധികാരമുണ്ട്. എല്ലാ പൗരന്മാരിലും സ്ഥാപനങ്ങളിലും പരമോന്നത അധികാരം പ്രയോഗിക്കുകയും അതിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ബലം പ്രയോഗിക്കുകയും ചെയ്യുന്നു. പോലീസ് മറ്റുള്ള നിയമ നടപടികളൊക്കെ ഒരു സ്റ്റേറ്റിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ, പ്രദേശത്തിൻ്റെ ആവശ്യം. ഇവിടെ സമൂഹത്തിന് കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു പ്രദേശം ആവശ്യമില്ല. സമൂഹത്തിന് അങ്ങനെയുണ്ടോ? ഇല്ല. എവിടെയെല്ലാം ആളുകൾ ഒരുമിച്ച് കൂടുന്നു അവിടെയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സമൂഹം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത പ്രദേശം ആവശ്യമായി വരുന്നില്ല. അതിൻ്റെ തത്വങ്ങളും ആചാരങ്ങളും ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം തന്നെ ഇത് വ്യാപിക്കുകയും ചെയ്യാവുന്നതാണ്. അതേസമയം സ്റ്റേറ്റിന് വരുമ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ നിലനിൽക്കുന്നതിന് സ്ഥിരവും നിർവചിക്കപ്പെട്ടതുമായ ഒരു പ്രദേശം അത്യാവശ്യമാണ്. അതായത് ഒരു സ്റ്റേറ്റിന് എന്തുണ്ടായിരിക്കും? ഒരു പരിധി ഉണ്ടായിരിക്കും. ആ പരിധിയിലപ്പുറം പുറത്തേക്ക് പോകാനും പറ്റില്ല. അത് മറ്റൊരു സ്റ്റേറ്റിൻ്റെ പരിധിയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ സമൂഹത്തിന് ഒരു പ്രദേശത്തിൻ്റെ ആവശ്യം വരുന്നില്ല. സ്റ്റേറ്റിനാണെങ്കിൽ ഒരു നിർവചിക്കപ്പെട്ട പ്രത്യേക പ്രദേശം നിർബന്ധമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നിയമങ്ങൾ നടപ്പിലാക്കുക. സമൂഹത്തിൽ അതിൻ്റെ നിയമങ്ങൾ, അതായത് ആചാരങ്ങൾ, ധാർമ്മികത എന്നിവ അനുസരിപ്പിക്കുന്നത് പ്രധാനമായും പ്രേരണ, സഹിഷ്ണുത, നല്ല ഉദ്ദേശങ്ങളോട് കൂടിയുള്ള അഭ്യർത്ഥന എന്നിവയിലൂടെയാണ് അതിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. സാമൂഹികമായ ഒറ്റപ്പെടൽ പോലുള്ള നടപടികൾ മാത്രമേ അവർക്ക് സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ സമൂഹത്തിൻ്റെ എന്തെങ്കിലും നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയോ പിഴയോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കുവാൻ സാധിക്കുകയില്ല. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ നേരിടേണ്ടി വരിക. അതേസമയം ഒരു സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ അനുസരിപ്പിക്കുവാൻ നിയമപരമായിട്ട് നിർബന്ധിക്കുവാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട്. അതിനുവേണ്ടി ശിക്ഷകൾ നൽകാം, അതായത് ജയിൽ ശിക്ഷ നൽകാം. പിന്നെ പിഴ പോലെയുള്ള ശിക്ഷകളും അവർക്ക്, നിയമലംഘനങ്ങൾക്ക് പിഴ പോലെയുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റും അതുപോലെ തന്നെ സമൂഹം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് നോൺ അലിമെന്റ് പോളിസി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചേരിചേരാ നയത്തിൻ്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ വിശദീകരിക്കുക. അപ്പോൾ ഇത് 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാൻ 5 പോയിന്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള എക്സാമിനൊക്കെ അത് 5 മാർക്കിനൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏതൊരു കാര്യവും നമ്മളൊരു 5 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ 3 മാർക്കിന് ചോദിച്ചാൽ 3 പോയിന്റ് എഴുതിയാൽ മതി. 5 മാർക്കിനാണെങ്കിൽ 5 പോയിന്റ് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ചേരിചേരാ നയത്തിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ചേരിചേരാ നയം ഇത് പ്രധാനമായും ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിലുള്ള സൈനിക രാഷ്ട്രീയ ചേരികളിൽ നിന്ന് മാറി സ്വതന്ത്രമായ ഒരു വിദേശ നയം നിലനിർത്തുവാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അതായത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇവിടെ കോൾഡ് വാറാണ് ഉണ്ടായിരുന്നത്, അതായത് ശീതയുദ്ധം. അതിൽ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിരുന്നു. ഒന്ന് അമേരിക്ക, മറ്റൊരു വിഭാഗം സോവിയറ്റ് യൂണിയൻ. ഈ 2 രാജ്യങ്ങളുടെയും കീഴിലായിട്ടാണ് മിക്ക രാജ്യങ്ങളും ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ സ്വീകരിച്ചിരുന്ന ഒരു വിദേശ നയമായിരുന്നു ചേരിചേരാ നയം. ഈ 2 വിഭാഗത്തിൻ്റെയും കൂടാതെ ഒരു സ്വതന്ത്രമായിട്ട് നിലനിൽക്കുവാനുള്ള വിദേശ നയമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്. അതിനെയാണ് ചേരിചേരാ നയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. ഫസ്റ്റ് 1ാമത്തത് സൈനിക സഖ്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. ഇന്ത്യ ചേരിചേരാ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അന്നത്തെ ലോകശക്തികളിൽ നേതൃത്വം നൽകിയിരുന്ന നാറ്റോ സംഘം, അതുപോലെ തന്നെ വാഴ്സായ് ഉടമ്പടി ഇവ പോലെയുള്ള സൈനിക സഖ്യങ്ങളിൽ ചേരാതിരിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതെങ്കിലും ചേരിയിൽ ഉറച്ചു നിന്ന് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ പക്ഷം പിടിക്കുന്നത് ഒഴിവാക്കുവാനും സ്വന്തം വിദേശ നയം സ്വതന്ത്രമായി തീരുമാനിക്കുവാനും ഇത് ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ കാര്യം ചേരിചേരാ നയത്തിലൂടെ സൈനിക സഖ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വച്ചിരുന്നത്. നെക്സ്റ്റ് 2ാമത്തത് വരുന്നത്
സ്വതന്ത്രമായ വിദേശ നയം. ലോകകാര്യങ്ങളിൽ ഓരോ വിഷയത്തെയും അതിൻ്റെതായ ഗുണദോഷങ്ങളെയും വസ്തുതകളെയും അടിസ്ഥാനമാക്കി സ്വന്തമായി ഒരു നിലപാടെടുക്കുവാൻ ഈ നയം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളെയൊന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ടുള്ള വിദേശ നയം എടുക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇനി മൂന്നാമത്തത് സമാധാനപരമായ സഹവർത്തിത്വം. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥിതികളുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരമായി ഒരുമിച്ച് ജീവിക്കണം എന്ന തത്വത്തെ ഇന്ത്യയുടെ ചേരി ചേരാ നയം മുറുകെ പിടിച്ചിരുന്നു. അതായത് ലോകത്തുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥിതികൾക്ക് ഇവകളിലെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു സമാധാനപരമായിട്ട് ആയിരിക്കണം, സമാധാനപരമായി ലോകരാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള തത്വമായിരുന്നു ഇന്ത്യ മുന്നോട്ട് വച്ചിരുന്നത്. അത് തന്നെയാണ് ചേരി ചേരാ നയത്തിലും പറയുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചശീല തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചേരി ചേരാ നയം പ്രഖ്യാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ, നാലാമത്തത് സാമ്രാജ്യത്തോടും വർണ്ണവിവേചനത്തോടുമുള്ള എതിർപ്പ്. സാമ്രാജ്യത്വത്തോടും അതുപോലെ വംശീയത, വർണ്ണവിവേചനം തുടങ്ങിയ വിവേചനപരമായ നയങ്ങളോട് ശക്തമായ എതിർപ്പാണ് ഈ നയം പുലർത്തിയിരുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ തുല്യതക്കും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് ഇന്ത്യ ഈ ഒരു നയത്തിലൂടെ നിലനിന്നിരുന്നത്. നാലാമത്തെ കാര്യം സാമ്രാജ്യത്തോടും വർണ്ണവിവേചനത്തോടുമുള്ള എതിർപ്പ്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തത് അന്താരാഷ്ട്ര സഹകരണവും ലോക സമാധാനവും. ശീതയുദ്ധകാലത്തെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിലും ലോകസമാധാനം സ്ഥാപിക്കുന്നതിലും ഇന്ത്യ സജീവമായി ഇടപെട്ടു. ഇതിനുവേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സഹകരിക്കുകയും സമാധാന ദൗത്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ സൈനികരെ നൽകുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് ചേരി ചേരാ നയത്തിൻ്റെ സവിശേഷതകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ തമിഴ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിലെ ഇന്ത്യക്കാരുടെയും തമിഴരുടെയും ഏതെങ്കിലും 3 പ്രശ്നങ്ങൾ വിശദീകരിക്കാനാണ്. ശ്രീലങ്കൻ തമിഴർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ദീർഘകാലമായുള്ള വംശീയ വിവേചനത്തിലും അതുപോലെ അവരുടെ പൗരാവകാശ നിഷേധങ്ങളിലും ആഭ്യന്തര യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങളിലും വേരൂന്നിയതാണ്. പ്രധാന പ്രശ്നങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അവരുടെ പൗരത്വ നിഷേധമാണ്. ഒന്നാമത്തെ കാര്യം പൗരത്വ നിഷേധം. ബ്രിട്ടീഷ് ഭരണകാലത്ത് തോട്ടം തൊഴിലാളികളായി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഇന്ത്യൻ വംശജരായ തമിഴരെ, അതായത് തോട്ടം തമിഴർ എന്നറിയപ്പെടുന്ന ആളുകളെ 1948 ശ്രീലങ്ക സ്വാതന്ത്ര്യം നേടിയ ഉടൻ പാസാക്കിയ നിയമത്തിലൂടെ പൗരത്വമില്ലാത്തവരാക്കി മാറ്റി. മാത്രമല്ല അവർക്ക് വർഷങ്ങളോളം ഇവർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടില്ല. അതുപോലെ സർക്കാർ ജോലി, വോട്ടവകാശം തുടങ്ങിയ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ തമിഴർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല പലർക്കും പിന്നീട് പൗരത്വം ലഭിച്ചെങ്കിലും ഈ ചരിത്രപരമായിട്ടുള്ള നിഷേധം അവരുടെ സാമൂഹിക രാഷ്ട്രീയ പിന്നോക്കാവസ്ഥക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം പൗരത്വ നിഷേധമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ പ്രാതിനിധ്യമില്ലായ്മ. ഭൂരിപക്ഷ സിംഹള വിഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ തമിഴ് ന്യൂനപക്ഷത്തിന് സർക്കാർ സംവിധാനങ്ങളിലും രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലും അർഹമായ പ്രാതിനിധ്യം അവർക്ക് ലഭിച്ചിരുന്നില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രാതിനിധ്യം സിംഹള വിഭാഗത്തിന് ലഭിച്ചിട്ടില്ല, തമിഴർക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം സിംഹള ഓൺലി നിയമം. അതായത് അവിടെയുള്ള ആളുകളെയാണ്, ശ്രീലങ്കയിലുള്ള ആളുകളെയാണ് സിംഹളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിംഹള ഓൺലി നിയമം 1956 പാസാക്കിയ സിംഹള ഓൺലി നിയമം, അതായത് സിംഹള മാത്രം നിയമം എന്നുള്ളത് സിംഹള ഭാഷയെ രാജ്യത്തെ ഏക ഔദ്യോഗിക ഭാഷയാക്കി പ്രഖ്യാപിച്ചു. ഇതുകൊണ്ട് തന്നെ ഇത് തമിഴ് സംസാരിക്കുന്നവർക്ക് സർക്കാർ ജോലികൾ, സർവകലാശാല പ്രവേശനം, ഔദ്യോഗിക ആശയവിനിമയം എന്നിവയിൽ കടുത്ത ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇത് വിവേചനത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഫോർത്ത് വൺ, നാലാമത്തത്
സംസ്കാരത്തിന്റെ സിംഹളവൽക്കരണം. നാലാമത്തെ സംസ്കാരത്തിന്റെ സിംഹളവൽക്കരണം. ആഭ്യന്തര യുദ്ധത്തിന് ശേഷം തമിഴർ ഭൂരിപക്ഷമുള്ള വടക്ക് കിഴക്കൻ പ്രവിശ്യകളിൽ പോലും ബുദ്ധസ്മാരകങ്ങളും സിംഹള ബോർഡുകളും സ്ഥാപിക്കുന്നത് തമിഴ് സാംസ്കാരികവും ചരിത്രപരമായിട്ടുള്ള സ്വത്വം ഇല്ലാതാക്കുന്നു എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവര് ഒരു സംസ്കാരത്തിലും സിംഹളവൽക്കരണം അവർ കൊണ്ടുവന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം തോട്ടം മേഖലയിലെ ദാരിദ്ര്യം. ഇന്ത്യൻ വംശജരായ തമിഴർ കൂടുതലും താമസിക്കുന്നത് മലയോര തോട്ടം മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ വേതനമേ മാത്രം നൽകിയിരുന്നുള്ളൂ. അതുപോലെ അവർക്ക് മോശം പാർപ്പിട സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപയോഗിക്കുവാൻ തക്കതായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാവാത്തത് അവർക്ക് വളരെയധികം അവരെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ കാര്യം സൈനിക സാന്നിധ്യം. ആഭ്യന്തര യുദ്ധം അവസാനിച്ചിട്ടും തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ ശക്തമായ സാന്നിധ്യം തുടരുന്നു. ഇത് ജനജീവിതത്തിൽ ഭയവും അടിച്ചമർത്തലും ഉണ്ടാക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ കാര്യം ഭൂമി കൈവശപ്പെടുത്തൽ. സർക്കാർ വകുപ്പുകളും സൈന്യവും ചേർന്ന് തമിഴരുടെ പരമ്പരാഗത ഭൂമി പിടിച്ചെടുക്കുന്നതിനായി വ്യാപകമായ ആരോപണങ്ങൾ ഉണ്ട്. ഇത് തമിഴരുടെ കൃഷിയെയും അവരുടെ ഉപജീവന മാർഗത്തെയും ഗുരുതരമായി ബാധിക്കുന്നു. അപ്പോൾ ഏഴാമത്തെ ബുദ്ധിമുട്ടാണ് ഭൂമി കൈവശപ്പെടുത്തുക, ഭൂമി പിടിച്ചെടുക്കുന്നത്. ഇനി എട്ടാമത്തെ കാര്യം അഭയാർത്ഥി പുനരധിവാസം. യുദ്ധത്തെ തുടർന്ന് ഭവനരഹിതരായ വലിയൊരു വിഭാഗം തമിഴർക്ക് മതിയായ പുനരധിവാസവും അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുവാനുള്ള സുരക്ഷിതമായ സാഹചര്യവും ഉറപ്പാക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുവാനോ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ച് അയക്കുന്നതിനുള്ള നടപടികളൊന്നും ഇവർ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തമിഴരായിട്ടുള്ള ശ്രീലങ്കൻ തമിഴര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസനം എന്ന ആശയം എന്താണ് ഉദ്ദേശിക്കുന്നത് വിശദീകരിക്കുക. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കഴിവിൽ ഒരു സന്ധി വരുത്താതെ തന്നെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസന രീതിയാണ് സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭാവി തലമുറയെ ബാധിക്കാതെ തന്നെ നിലവിലുള്ള തലമുറക്ക് സ്ഥിരമായ, അതായത് നല്ല രീതിയിലുള്ള വികസനം ഉറപ്പാക്കണം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വം, പാരിസ്ഥിതിക സംരക്ഷണം എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സമഗ്രമായ സമീപനമാണ് സുസ്ഥിര വികസനത്തിൽ വരുന്നത്. സുസ്ഥിര വികസനം പ്രധാനമായിട്ടും 3 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അതിലൊന്നാമത്തത് പാരിസ്ഥിതിക സുസ്ഥിരത. ഒന്നാമത്തെ കാര്യം പാരിസ്ഥിതിക സുസ്ഥിരത, അതായത് പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യാതിരിക്കുക. രണ്ടാമത്തത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളുടെ ഉപയോഗം കുറക്കുക. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന കല്ല്, മണ്ണ്, അതുപോലെ കരിങ്കൽ കോറികൾ, വെട്ട് കല്ലുകളൊക്കെ ഉണ്ടല്ലോ, മെഷീൻ കല്ല് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അവയൊന്നും വീണ്ടും നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം കുറക്കുക, ആവശ്യമായത് എടുക്കുക, കൂടുതലായിട്ട് എടുക്കാതിരിക്കുക. അതുപോലെ ലക്ഷ്യം വരുന്നത് മലിനീകരണം തടയുകയും ജൈവ വൈവിധ്യം സംരക്ഷിക്കുകയും ചെയ്യുക. ഇവയാണ് പാരിസ്ഥിതിക സുസ്ഥിരതയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യം സാമൂഹിക സുസ്ഥിരത. ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ സമത്വവും നീതിയും ഉറപ്പാക്കുക. ദാരിദ്ര്യം, പട്ടിണി, രോഗങ്ങൾ എന്നിവ ഇല്ലാതെയാക്കുക. വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും തുല്യ അവസരങ്ങൾ നൽകുക. മാത്രമല്ല ജാതി, ലിംഗം, മതം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഒഴിവാക്കുകയും ചെയ്യുക. രണ്ടാമത്തത് സാമൂഹിക സുസ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് സാമ്പത്തിക സുസ്ഥിരത. ഇതിലൊന്നാമത്തത് ദീർഘകാല സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുക.
രണ്ടാമത്തത് അധ്വാനശേഷിയെ കാര്യക്ഷമമായി ഉപയോഗിക്കുക. മൂന്നാമത്തത് വിഭവങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. നാലാമത്തത് വികസനം എല്ലാവർക്കും ഒരുപോലെ പ്രയോജനകരമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇങ്ങനെ 3 കാര്യത്തിലാണ് സുസ്ഥിരതയെ വേർതിരിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ഏതെങ്കിലും 3 പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വിശദീകരിക്കുക. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് ആഗോള താപനം. ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ഹരിതഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നത് മൂലം ഭൂമിയുടെ ഉപരിതലത്തിലെ ശരാശരി താപനില ക്രമാതീതമായി കൂടുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആഗോളതാപനം ഉണ്ടാകുവാനുള്ള കാരണം കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മീഥേൻ തുടങ്ങിയ വാതകങ്ങളാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്. ഇങ്ങനെ ആഗോളതാപനം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രത്യാഘാതങ്ങൾ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായിരിക്കും. അതുപോലെ ധ്രുവങ്ങളിലെ മഞ്ഞുരുകും, സമുദ്രനിരപ്പ് ഉയരുക, തീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അതായത് പ്രളയം, വരൾച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് വായുമലിനീകരണം. അന്തരീക്ഷത്തിൽ ദോഷകരമായ വാതകങ്ങളും കണികാദ്രവ്യങ്ങളും കലർന്ന് ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷമുണ്ടാക്കുന്ന അവസ്ഥയാണ് വായുമലിനീകരണം. ഇതിനുള്ള കാരണം വ്യാവസായികശാലകളിൽ നിന്നും അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുക, കാട്ടുതീ, രാസവസ്തുക്കളുടെ ഉപയോഗം. ഇതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ വരും, ആസിഡ് മഴ, കാർഷിക വിളകളുടെ നാശം. നെക്സ്റ്റ് വരുന്നത് ജലമലിനീകരണം. ജലാശയങ്ങളിൽ മനുഷ്യന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കലർന്ന് ജലത്തിന്റെ ഗുണനിലവാരം കുറയുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ജലമലിനീകരണം. ഇതിനുള്ള കാരണങ്ങൾ വ്യാവസായിക മാലിന്യങ്ങൾ, അഴുക്കുചാൽ വെള്ളം, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ ജലാശയത്തിൽ കലരുന്നതോടെ ജലമലിനീകരണം ഉണ്ടാകുന്നു. ജലമലിനീകരണം കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ ജലജന്യ രോഗങ്ങൾ, അതായത് കോളറ, ടൈഫോയിഡ് പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ ജലജീവികളുടെ നാശം ഉണ്ടാവുകയും കുടിവെള്ള ദൗർലഭ്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ കാര്യം വനനശീകരണം. 5ാമത്തത് വനനശീകരണം. വനങ്ങൾ വെട്ടിമാറ്റുകയോ തീയിട്ട് നശിപ്പിക്കുകയോ ചെയ്യുന്നത് വഴി വലിയ തോതിൽ മരങ്ങൾ ഇല്ലാതാകുന്ന പ്രക്രിയയാണ് വനനശീകരണം. അതിനുള്ള കാരണം കൃഷി, വീട് നിർമ്മാണം, വ്യവസായങ്ങൾ, റോഡ് നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങൾ കയ്യേറാറുണ്ട്, വെട്ടിനശിപ്പിക്കാറുണ്ട്. അതുപോലെ ഇതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ ജൈവ വൈവിധ്യത്തിന് നാശം സംഭവിക്കുന്നു, ആഗോളതാപനം വർദ്ധിപ്പിക്കുന്നു. അതായത് മരങ്ങൾ CO2 വലിച്ചെടുക്കുന്നതിനാൽ ഇത് ആഗോളതാപനങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. മാത്രമല്ല മണ്ണൊലിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ കാര്യം മണ്ണ് ശോഷണവും മലിനീകരണവും. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുകയും ദോഷകരമായ രാസവസ്തുക്കൾ കലർന്ന് മണ്ണ് മലിനമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് മണ്ണ് മലിനീകരണം, മണ്ണ് ശോഷണം. ഇതിനുള്ള കാരണങ്ങൾ അമിതമായ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, വനനശീകരണം മൂലമുള്ള മണ്ണൊലിപ്പ്, വ്യാവസായിക മാലിന്യം മണ്ണിൽ നിക്ഷേപിക്കുന്നത്. ഇതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ കാർഷിക വിളകളുടെ ഉൽപാദനം കുറയുകയും മണ്ണിൽ നിന്നുള്ള വിഷാംശം ഭക്ഷ്യശൃംഖലകളിൽ എത്തുകയും ചെയ്യുന്നു. അതുമൂലം നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും. അതുപോലെ ഭൂഗർഭജലം മലിനമാകുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം എനി 6 റീജിയണൽ പാർട്ടീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 6 പ്രാദേശിക പാർട്ടികളുടെ പേര് നൽകുക. അതിൽ ഒന്നാമത്തത് DMK. DMK എന്ന് പറഞ്ഞാൽ ദ്രാവിഡ മുന്നേറ്റ കഴകം. തമിഴ്നാട്ടിലുള്ള ഒരു പാർട്ടിയാണ് DMK. രണ്ടാമത്തത് AIADMK, അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. അതും തമിഴ്നാട്ടിലുള്ള
ഒരു പാർട്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് ശിരോമണി അകാലിദൾ. ശിരോമണി അകാലിദൾ പഞ്ചാബിലുള്ള പാർട്ടിയാണ്. SAD എന്നറിയപ്പെടും. നെക്സ്റ്റ് TDP. TDP എന്ന് പറഞ്ഞാൽ തെലുങ്ക് ദേശം പാർട്ടി. ആന്ധ്രാപ്രദേശ് അതുപോലെ തെലുങ്കാനയുള്ള പാർട്ടിയാണ് തെലുങ്ക് ദേശ പാർട്ടി. നെക്സ്റ്റ് അഞ്ചാമത്തത് ശിവസേന. മഹാരാഷ്ട്രയിലുള്ളതാണ് ശിവസേന. ആറാമത്തത് ജാർഖണ്ഡ് മുക്തി മോർച്ച. ജാർഖണ്ഡിലുള്ള പാർട്ടിയാണ് JMM. ജാർഖണ്ഡ് മുക്തി മോർച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് ഫോർ എ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ. MCC, അതായത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിനുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിന് മാതൃകാ പെരുമാറ്റച്ചട്ടം, മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് MCC, ഇത് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമായി പുറപ്പെടുവിക്കുന്ന ഈ മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പവിത്രതയും വിശ്വാസ്യതയും നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം. ഇത് ഇലക്ഷൻ കമ്മീഷനാണ് പുറപ്പെടുവിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടാകുവാൻ പാടില്ല. ഇനി അവയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പ്രാധാന്യം. ഒന്ന്, അധികാര ദുർവിനിയോഗം തടയുന്നു. അധികാര ദുർവിനിയോഗം തടയുന്നു. അതായത് കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ ഭരണത്തിലുള്ള പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗിക പദവിയോ സർക്കാർ സംവിധാനങ്ങളോ, അതായത് വാഹനങ്ങൾ, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് കർശനമായി തടയുന്നതാണ്. അപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നീട് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളെ, ഔദ്യോഗിക പദവിയോ മറ്റുള്ള സർക്കാർ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ MCC അധികാര ദുർവിനിയോഗം തടയുന്നു. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യം, പുതിയ പ്രഖ്യാപനങ്ങൾ വിലക്കുന്നു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷം വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പുതിയ സാമ്പത്തിക ഗ്രാൻറ്റുകൾ, പദ്ധതികൾ, പാത നിർമ്മാണ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ താൽക്കാലിക നിയമനങ്ങൾ എന്നിവ പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഭരണകൂടത്തെ ഇത് വിലക്കുന്നതാണ്. ഇത് എല്ലാ പാർട്ടികൾക്കും തുല്യ അവസരം നൽകുന്നു. അപ്പോൾ പുതിയ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു ആനുകൂല്യങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒന്നും നിലവിലുള്ള ഗവൺമെൻറ് ചെയ്യുവാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് വിദ്വേഷ പ്രസംഗങ്ങൾ തടയുന്നു. മൂന്നാമത്തെ കാര്യം, വിദ്വേഷ പ്രസംഗങ്ങൾ തടയുന്നു. ജാതി, മതം, ഭാഷ, സമുദായം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതും നിലവിലുള്ള വ്യത്യാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതോ സ്പർദ്ധയുണ്ടാക്കുന്നതോ ആയ എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് നിരോധിക്കുന്നതാണ്. നാലാമത്തെ കാര്യം, വ്യക്തിപരമായ വിമർശനം ഒഴിവാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങൾ, പരിപാടികൾ, മുൻകാല പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം വിമർശനം ഉണ്ടാവുക. അതായത് ഗവൺമെന്റിനെ വിമർശിക്കാം, എന്നാൽ എതിർ കക്ഷികളെയും വിമർശിക്കാം. പക്ഷേ എതിർ കക്ഷികളിലെ നേതാക്കളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച്, അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണങ്ങൾ, ഇവയൊന്നും വിമർശനങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു വ്യക്തിയെ സ്വകാര്യപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വിമർശിക്കുക, അതുപോലെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ, ഇവയൊക്കെ MCC തടയുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തത് ക്രമസമാധാനം. പൊതുയോഗങ്ങൾ, ഘോഷയാത്രകൾ എന്നിവ നടത്തുവാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് വഴി ഒരു പാർട്ടിക്ക് മറ്റൊന്നിൻ്റെ പരിപാടികൾ തടസ്സപ്പെടുത്തുന്നതും പൊതുജനങ്ങൾക്ക് അസൗകര്യമുണ്ടാക്കുന്നതും MCC ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ക്രമസമാധാനം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അതിനുവേണ്ട പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ MCC തയ്യാറാക്കുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ കാര്യം, അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നു. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക, കൈക്കൂലി കൊടുക്കുക, കള്ളവോട്ട് ചെയ്യിപ്പിക്കുക, പോളിംഗ് സ്റ്റേഷൻ്റെ
100 മീറ്റർ ചുറ്റളവിൽ പ്രചരണം നടത്തുക തുടങ്ങിയ നിയമവിരുദ്ധവും അഴിമതിയുക്തവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് നിരോധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് സുതാര്യത ഉറപ്പാക്കുന്നു. പോളിംഗ് ദിവസം സമാധാനപരവും ചിട്ടയോട് കൂടിയതുമായിട്ടുള്ള വോട്ടെടുപ്പ് ഉറപ്പിക്കുവാൻ വേണ്ട ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുവാൻ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കും, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകും. പിന്നെ അതുപോലെ തന്നെ സമാധാനവും സൗകര്യവും ഉറപ്പാക്കുവാൻ വേണ്ടി നിയമപാലകരോട്, പോലീസന്മാരോട്, സൈനികരോടൊക്കെ അതിനു വേണ്ട സഹകരണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, സപ്പോസ് യുവർ ആർ എ കാൻഡിഡേറ്റ് ആൻഡ് കണ്ടക്ടിങ് ദ ഇലക്ഷൻ ടു ലോക്സഭ. ഹൈലൈറ്റ് എനി 3 മെത്തേഡ് ദാറ്റ് യു വിൽ അഡോപ്റ്റ് ഫോർ യുവർ ഇലക്ഷൻ ക്യാമ്പയിൻ. നിങ്ങളൊരു സ്ഥാനാർത്ഥിയാണെന്നും ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെന്നും നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ സ്വീകരിക്കുന്ന ഏതെങ്കിലും 3 രീതികൾ, അതായത് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന രീതികൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് താഴെ കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അടിത്തട്ടിലുള്ള നേരിട്ടുള്ള ഇടപെടൽ. അടിത്തട്ടിലേക്ക് നേരിട്ട് ഇടപെടുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രാധാന്യം നൽകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആരായിരിക്കണം? വോട്ടർമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടർമാരുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടാവുക. അതിന് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭവനം തോറുമുള്ള പ്രചരണം, വീട് കയറിയുള്ള പ്രചരണം എന്ന് പറയാലോ. മണ്ഡലത്തിലെ ഓരോ ബൂത്തിലെയും പ്രധാനപ്പെട്ട വീടുകൾ സന്ദർശിക്കുകയും വ്യക്തിഗത വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കുകയും ചെയ്യുക. ഒന്നാമത്തത് ഭവനം തോറുമുള്ള പ്രചരണങ്ങൾ. രണ്ടാമത്തെ കാര്യം പൊതുയോഗങ്ങൾ. ഓരോ വാർഡുകളിലും പ്രധാന കവലകളിലും പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് വലിയ റാലിയേക്കാൾ കൂടുതൽ വ്യക്തിഗത ശ്രദ്ധയും ചോദ്യോത്തര വേളകളും അനുവദിക്കുക. മൂന്നാമത്തത് ഡിജിറ്റൽ സോഷ്യൽ മീഡിയ പ്രചാരണം. വോട്ടർമാരുടെ വിശാലമായ ശ്രേണിയിലേക്ക് എത്താൻ സോഷ്യൽ മീഡിയയെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നാലാമത്തത് മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രകടന പത്രിക. അടുത്തതാണ് പ്രകടന പത്രിക തയ്യാറാക്കുക. ഇത് പാർട്ടിയുടെ ദേശീയ പ്രകടന പത്രികക്ക് പുറമെ മണ്ഡലത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രാദേശിക പ്രകടന പത്രിക പുറത്തിറക്കുവാൻ പറ്റുന്നതാണ്. ഇനി അഞ്ചാമത്തെ കാര്യം യുവജന പങ്കാളിത്തവും സന്നദ്ധ സേവനവും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഊർജ്ജസ്വലത നൽകുവാനും ഭാവി വോട്ടർമാരെ ആകർഷിക്കുവാനും വേണ്ടി യുവജനങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. ഇതിനു വേണ്ടിയിട്ട് അവരോടൊപ്പം വോട്ട് സമാഹരണം, യുവജന സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ശൃംഖല രൂപീകരിച്ച് പ്രചാരണ സാമഗ്രികൾ വിതരണം ചെയ്യുവാനും വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഇത്തരത്തിലുള്ള യുവജന പങ്കാളിത്തം ഉപയോഗിക്കുവാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് വിദ്യാഭ്യാസ ക്യാമ്പയിനുകൾ. ആറാമത്തത് വിദ്യാഭ്യാസ ക്യാമ്പയിനുകളാണ്. ആദ്യമായി വോട്ട് ചെയ്യുന്നവരെ ബോധവൽക്കരിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്നതിനുമുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ, അത് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച്, അത് പ്രധാനമായിട്ടും കോളേജുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടത്തുവാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് ബൂത്ത് തലത്തിലെ ശക്തമായ ഘടന. തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കാൻ ബൂത്ത് തലത്തിലുള്ള സംഘടനയെ ശക്തിപ്പെടുത്തും. അതുപോലെ മൈക്രോ മാനേജ്മെൻറ്റ്, വോട്ടർ പട്ടിക പരിശോധന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇലക്ഷൻ്റെ നേരിടുവാൻ വേണ്ടിയുള്ള ക്യാമ്പയിനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സാമിൻ എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ. ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ എഴുതാനാണ്.
ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളാണ്. ഒന്ന് ലോക്സഭ. ലോക്സഭ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സഭയാണ്. രാജ്യസഭ എന്ന് പറഞ്ഞാൽ സംസ്ഥാന കൗൺസിൽ രൂപീകരിക്കുന്നതാണ് രാജ്യസഭ. ഇനി അവയുടെ വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഒന്നാമത്തത് പ്രതിനിധാനം. ലോക്സഭ ഇത് ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്നു. ലോക്സഭ ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തമായി പ്രതിനിധീകരിക്കുന്നു. അതേസമയം രാജ്യസഭ ഇത് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഫെഡറൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി. അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി ലോക്സഭയിലേക്ക് എങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? അംഗങ്ങളെ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് വഴിയാണ്. അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഉപയോഗിച്ച് ജനങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മൾ MP എന്ന് പറയില്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പോൾ പാർലമെന്റിലേക്കുള്ള ഇലക്ഷനിലൂടെയാണ് ലോക്സഭയിലേക്കുള്ള ജനങ്ങളെ അതിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് രാജ്യസഭ. രാജ്യസഭ അംഗങ്ങളെ പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. അതായത് സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതായത് MLA മാർ, ഓരോ സംസ്ഥാനത്തെയും MLA മാരാണ് രാജ്യസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. കൂടാതെ 12 അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പുറമെ 12 ആളുകളെ രാഷ്ട്രപതിക്ക് അതിലേക്ക് നിർദ്ദേശിക്കുവാനുള്ള അവകാശം ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് സഭയുടെ കാലാവധി. ഇത് ലോക്സഭയുടെ കാലാവധി വരുന്നത് 5 വർഷമാണ്. ഓരോ 5 വർഷം കഴിയുമ്പോഴും അതിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നതാണ്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിലോ അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയോ ചെയ്താൽ ഇതിനെ നേരത്തെ 5 വർഷം തികയുന്നതിന് മുമ്പ് പിരിച്ചുവിടുവാനുള്ള അവകാശമുണ്ട്. പിരിച്ചുവിടാൻ കഴിയുന്നതാണ്. അതേസമയം രാജ്യസഭയിലേക്കാണെങ്കിൽ ഇത് ഒരു സ്ഥിരം സഭയാണ്. ഇവിടെ ഒരിക്കലും രാജ്യസഭ പിരിച്ചുവിടുവാൻ കഴിയുകയില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ വിരമിക്കും. അപ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും അതിലെ 1/3 അംഗങ്ങൾ വിരമിക്കും. അങ്ങനെ വിരമിക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ കാര്യം അധ്യക്ഷൻ. ലോക്സഭയിലെ സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ഇദ്ദേഹത്തെ ലോക്സഭാ അംഗങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. എന്നാൽ രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ഉപരാഷ്ട്രപതിയായിരിക്കും, വൈസ് പ്രസിഡന്റ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനാവുക. ഇദ്ദേഹമാണ് രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആരായിരിക്കും? ഉപരാഷ്ട്രപതിയായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ കാര്യം ധനപരമായിട്ടുള്ള അധികാരം. ലോക്സഭയ്ക്ക് ധനകാര്യ ബില്ലുകളുടെ കാര്യത്തിൽ കൂടുതൽ അധികാരം ലോക്സഭക്കാണ്. ധനകാര്യ ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ രാജ്യസഭയുടെ ധനകാര്യ ബില്ലുകൾ പരിഷ്കരിക്കുവാനോ നിരാകരിക്കുവാനോ രാജ്യസഭയ്ക്ക് കഴിയുകയില്ല. ഇതിനെതിരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശുപാർശകൾ നൽകുവാൻ മാത്രമേ രാജ്യസഭയ്ക്ക് പറ്റുകയുള്ളൂ. അതുതന്നെ 14 ദിവസത്തിനകം ലോക്സഭയ്ക്ക് തിരിച്ചയക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ. അനലൈസ് ദ നീഡ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫോർ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകത വിശകലനം ചെയ്യുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSC എന്ന് പറയട്ടോ. UPSC എന്ന് പറഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ സർവീസുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു കേന്ദ്ര ഏജൻസിയാണ് UPSC. കാര്യക്ഷമവും പക്ഷപാതരഹിതവും സത്യസന്ധവുമായ ഒരു സിവിൽ സർവീസ് രാജ്യത്തിന് ഉറപ്പാക്കുന്നതിൽ UPSCക്ക് നിർണായക പങ്കുണ്ട്. ഈ ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടിയിട്ട് ഈ കമ്മീഷൻ UPSCക്ക് സ്വതന്ത്രം ഉണ്ടാവുക, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുക എന്നുള്ളത്
അത്യന്താപേക്ഷിതമാണ്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് തെരഞ്ഞെടുപ്പ്. അതായത് രാഷ്ട്രീയ സ്വാധീനം ഒഴിവാക്കുക. സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഭരണകക്ഷിയുടെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ സ്വാധീനം പൂർണ്ണമായും ഒഴിവാക്കുവാൻ കമ്മീഷന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം വരുന്നത് കഴിവ് മാത്രം മാനദണ്ഡമാക്കുക. ഇതിലേക്ക് സെലക്ഷൻ നടത്തുന്ന സമയത്ത് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും യോഗ്യത മാത്രമേ ഇതിന് മാനദണ്ഡമാക്കുവാൻ പറ്റുകയുള്ളൂ. മെറിറ്റ്, നീതി, തുല്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു എന്ന് ഉറപ്പാക്കുവാൻ കമ്മീഷൻ ഏതെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ പ്രവർത്തിക്കൽ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വരുന്നത് ഭരണഘടനാപരമായിട്ടുള്ള കടമ നിറവേറ്റുക. അതായത് ഭരണഘടനാ സ്ഥാപനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് UPSCയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ ചുമതലകൾ നിർഭയമായും പക്ഷപാതമില്ലാതെയും സത്യസന്ധതയോടെയും നിർവഹിക്കുവാൻ കമ്മീഷന് സ്വാതന്ത്ര്യം അനിവാര്യമാണ്. ഇനി നെക്സ്റ്റ് വരുന്ന കാര്യമാണ് നാലാമത്തത് സിവിൽ സർവീസിന്റെ സംരക്ഷകൻ. സിവിൽ സർവീസിന്റെ സംരക്ഷകനായിട്ടാണ് UPSC പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ മെറിറ്റ് സിസ്റ്റത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ സിവിൽ സർവീസിലെ നിയമങ്ങളിൽ ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് UPSCയുടെ ചുമതലയാണ്. നെക്സ്റ്റ് വരുന്നത് സുതാര്യതയും വിശ്വാസ്യതയും. പൊതുജനങ്ങൾക്കിടയിൽ വിശ്വാസം നിലനിർത്തണം. അതിന് സുതാര്യമായിട്ടും വിശ്വാസ്യതയോടെയും പ്രവർത്തിക്കണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വാസ്യതയും ജനങ്ങൾക്കിടയിൽ നിലനിർത്താൻ UPSCയുടെ സ്വാതന്ത്ര്യം സഹായിക്കുന്നു. കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ പൊതുജനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് രീതികളിൽ ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് UPSCക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി നെക്സ്റ്റ് വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ. അനലൈസ് ദ നീഡ് ഫോർ റീസ്ട്രക്ചറിങ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ പുനഃസംഘടനയുടെ ആവശ്യകത വിശദീകരിക്കുക. യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയുടെ പുനഃസംഘടന അഥവാ പരിഷ്കരണം എന്നത് ആഗോളതലത്തിൽ ഏറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. രണ്ടാം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 1945 രൂപീകരിച്ച UN സമകാലിക ലോകക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിനും ആഗോള പ്രശ്നങ്ങൾ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും പ്രസക്തി നിലനിർത്തുന്നതിനും പുനഃസംഘടന അത്യന്താപേക്ഷിതമായിട്ടാണ് പറയുന്നത്. അപ്പോൾ 1945 കാലഘട്ടങ്ങളിൽ രൂപീകരിച്ച UN സഭയാണ്. അതിനെന്ത് ചെയ്യണം? പുനഃസംഘടിപ്പിക്കണം എന്നാണ്. അത് അത്യാവശ്യമായ കാര്യമാണെന്നാണ് പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ആവശ്യകത, പുനഃസംഘടനം വേണം എന്നത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്നാമത്തത് രക്ഷാസമിതിയുടെ പരിഷ്കരണം. UN സുരക്ഷാ കൗൺസിലിന്റെ 5 സ്ഥിരാംഗങ്ങൾ P5, അതായത് US, UK, ഫ്രാൻസ്, റഷ്യ, ചൈന, ഈ 5 സ്ഥിരാംഗങ്ങൾ നൽകിയിട്ടുള്ള വീറ്റോ അധികാരം ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിക്കുന്നില്ല. അത് 1945 ലോകശക്തികളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം അന്ന് രൂപീകരിച്ചതാണ്. അപ്പം ആ കാലഘട്ടങ്ങളിലെ ലോകശക്തികളെയാണ് ഈ 5 രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പ്രാതിനിധ്യക്കുറവ്. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യയുടെ മറ്റ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ വളർന്നു വരുന്ന ശക്തികൾക്ക് സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗം ഇല്ലാത്തത് UNന്റെ ജനാധിപത്യപരവും പ്രാതിനിധ്യപരവുമായിട്ടുള്ള അടിത്തറയെ ദുർബലപ്പെടുത്തുന്നു. അതായത് ഏഷ്യ രാജ്യങ്ങളിലും അതുപോലെ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളിലൊക്കെ വളർന്നു വരുന്ന ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ തുടങ്ങിയ ശക്തമായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഇതിൽ UNൽ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളത് UNന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ്. നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത്തത് പുതിയ വെല്ലുവിളികൾ.
കാലാവസ്ഥാ വ്യതിയാനം, സൈബർ സുരക്ഷ, ആഗോള മഹാമാരികൾ, തീവ്രവാദം, ആണവ വ്യാപനം തുടങ്ങിയ പുതിയ വെല്ലുവിളികളെ നേരിടാൻ യുഎന്നിന്റെ നിലവിലെ സംവിധാനങ്ങൾ അപര്യാപ്തമാണ് എന്ന് പറയുന്നു. ഈ പ്രശ്നങ്ങളെ തടയുന്നതിനും പ്രതിപാദിക്കുന്നതിനും കൂടുതൽ ചടുലമായ ഒരു ഘടന ആവശ്യമാണ്. അതുപോലെ നാലാമത്തെ കാര്യം മാനസിക സഹായം. വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥി പ്രതിസന്ധികളും പ്രാദേശിക സംഘർഷങ്ങളും കൈകാര്യം ചെയ്യാൻ യുഎന്നിന്റെ വികസന, സമാധാന, സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഏകോപിപ്പിച്ചതും കാര്യക്ഷമതയുള്ളതുമായിരിക്കണം. അഞ്ചാമത്തെ കാര്യം ബ്യൂറോക്രസിയും കാര്യക്ഷമതയില്ലായ്മയും. UN സെക്രട്ടേറിയറ്റിലെ സങ്കീർണമായതും സാവധാനത്തിലുള്ളതുമായ ഭരണപരമായ നടപടിക്രമങ്ങൾ ആഗോള പ്രതികരണങ്ങളെ മന്ദഗതിയിലാക്കുന്നു. ഈ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ബ്യൂറോക്രസിയും കാര്യക്ഷമതയില്ലായ്മ ഇതും ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ആറാമത്തത് സാമ്പത്തിക സ്ഥിരത. അംഗരാജ്യങ്ങൾ കൃത്യസമയത്ത് വിഹിതമടക്കാത്തത് പലപ്പോഴും UN പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് സമാധാന പരിപാലന ദൗത്യങ്ങളെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ധനപരമായിട്ടുള്ള ഭാരം തുല്യമായി പങ്കുവെക്കുന്നതിനുള്ള പരിഷ്കരണങ്ങളും അത്യാവശ്യമായും. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഏഴാമത്തത് വീറ്റോ ദുരുപയോഗം ചെയ്യുക. സ്ഥിരാംഗങ്ങൾ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി വീറ്റോ അധികാരം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും യുദ്ധക്കുറ്റങ്ങളുടെയും സമയത്ത് സുരക്ഷാ കൗൺസിലിനെ പ്രവർത്തനരഹിതമാക്കുന്നു. ഇത് UN സ്ഥാപക ലക്ഷ്യങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇനി എട്ടാമത്തെ കാര്യം തെരഞ്ഞെടുത്ത ഇടപെടൽ. അതായത് ചില രാജ്യങ്ങളിൽ ഇടപെടുകയും മറ്റു രാജ്യങ്ങളിലെ സമാനമായ പ്രതിസന്ധികളിൽ മൗനം പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് യുഎന്നിന്റെ ഇരട്ടത്താപ്പാണ് എന്ന വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. ഇത് ഒഴിവാക്കുവാൻ ഒരു ഏകീകൃത സമീപനം അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് UN പുനഃസംഘടിപ്പിക്കണം എന്ന് പറയുവാൻ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ. എനി 6 പ്രഷർ ഗ്രൂപ്പ് ആക്റ്റീവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സജീവമായ 6 സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പേര് നൽകുക. അതിലൊന്നാമത്തത് ഫിക്കി എന്ന് പറഞ്ഞാൽ FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. വ്യവസായങ്ങളെയും വ്യാപാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന ബിസിനസ് ഗ്രൂപ്പാണ് ഫിക്കി, FICCI എന്ന് പറയുന്നത്. രണ്ടാമത്തത് അസോക്ക, ASSOCHAM, അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ. അതായത് വ്യാപാര മേഖലകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് അസോക്കാം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത്തത് AITUC, അതായത് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ട്രേഡ് യൂണിയനുകളിൽ ഒന്നാണ്. ഇത് തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് AITUC എന്നത്. ഇനി നാലാമത്തത് ഭാരതീയ കിസാൻ യൂണിയൻ, BKU. കർഷകരുടെയും കാർഷിക മേഖലയുടെയും ആവശ്യങ്ങൾക്കായി വാദിക്കുന്ന ഒരു പ്രധാന കർഷക ഗ്രൂപ്പാണ് നാലാമത്തെ ഈ ഒരു ഗ്രൂപ്പ്. ഇനി അഞ്ചാമത്തത് നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ്, NAPM, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെന്റ്. അത് വരുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മനുഷ്യാവകാശം, പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്. ഇനി മറ്റൊന്നാണ് IMA ട്ടോ. മറ്റൊന്ന് വരുന്നതാണ് അടുത്ത വരുന്നതാണ് IMA ട്ടോ. IMA എന്ന് പറഞ്ഞാല് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആരോഗ്യ മേഖലയിലെ
പ്രൊഫഷണൽ ഡോക്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ഗ്രൂപ്പാണ് IMA. ഇനി സമ്മർദ്ദ ഗ്രൂപ്പുകൾ, അഥവാ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ താല്പര്യ ഗ്രൂപ്പുകൾ. ഇത് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കാതെ പൊതുനയങ്ങളെ സ്വാധീനിക്കുകയും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇവർ നേരിട്ട് ഇലക്ഷനിലോ മറ്റു കാര്യങ്ങളിലൊന്നും പ്രവർത്തിക്കുന്നില്ല. മറിച്ച് ഇവ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഇത്തരം ദേശീയ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്സിലെ 5-3 മാർക്കിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇതുപോലത്തെ മറ്റൊരു ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിനൊക്കെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നന്നായിട്ട് കാണുക. എക്സാം പ്രിപ്പറേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് മേടിക്കുവാൻ ശ്രമിക്കണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.